ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു സിമ്പിൾ റെസിപ്പി, സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിളായിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് ക്വിക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, മുതിർന്നവർക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എനർജി ബോളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓട്സ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഓട്സ് എന്ന് പറയുന്നത് ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ജസ്റ്റ് നമ്മുടെ ചതയ്ക്കുന്നൊക്കെ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒരൊറ്റ പൾസ് മതിയാവും, ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞാൽ മതി. അപ്പോൾ ഓട്സ് അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനത് പാനിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇനി ചൂടാറട്ടെ, എന്നിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഒരു ലേശം നെയ്യ്, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ തന്നെ ധാരാളമാണ് കേട്ടോ നമുക്ക്. അപ്പോൾ പിന്നെ ഇതിലെ അങ്ങനെ പ്രത്യേകിച്ച് അളവും ക്വാണ്ടിറ്റി ഒന്നുമില്ല. നമ്മളിപ്പോൾ എടുക്കുന്ന ഡേറ്റ്സ് ആണ് ഇതിലെ മെയിനായിട്ട് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഡേറ്റ്സിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഐറ്റംസിൻ്റെ ഒക്കെ ഒന്ന് അളവ് ക്രമീകരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം ഒരു 2-2.5 കപ്പോളം ഡേറ്റ്സ്, കുരു കളഞ്ഞിട്ടുള്ള ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് നെയ്യിലൊന്ന് വഴറ്റി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചൂടാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഓട്സ് ഉണ്ടല്ലോ, അത് നമ്മളിത് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം ഓട്സ് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ 1/4 കപ്പാണ് പൊടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മുഴുവൻ ചേർത്താലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം, മുഴുവൻ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എടുക്കുന്ന ഡേറ്റ്സിനനുസരിച്ചിട്ട് ചേർക്കുക. ഒരുപാട് ഓട്സ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും വലിയ ടേസ്റ്റി ആവില്ല. അപ്പോൾ ഡേറ്റ്സ് ഇപ്പോൾ എത്രത്തോളം കുറച്ച് കൂടുതലാണ് നിങ്ങൾ എടുത്തിട്ടുള്ളെങ്കിൽ 1/2 കപ്പൊക്കെ ചേർത്തുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. പിന്നെ നട്ട്സ്, നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് ആണെങ്കിലും ഇതിലേക്ക് ഓക്കെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 4 ടൈപ്പ് നട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 4ഉം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബദാമും പിസ്തയും അതുപോലെ കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ വാൾനട്ട്സും ഒക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനിപ്പോൾ സെസമി സീഡ്സൊക്കെ ഉണ്ട്, അപ്പോൾ അതായത് വെളുത്ത ഉള്ളതെന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതും കുറച്ച് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്താലും ഒക്കെ ടേസ്റ്റിയാണ് കേട്ടോ അതിലേക്ക്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം നട്ട്സൊക്കെ. അപ്പോൾ ഞാനിതെല്ലാതും മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയപ്പോൾ, അതായത് നമുക്ക് കൈകൊണ്ട് പെരുമാറാൻ പറ്റുന്ന ഒരു ചൂട് പരിവായപ്പോഴാണ് ഇതിങ്ങനെ കുഴച്ചെടുത്തത്. ഇനി നമുക്ക് കയ്യിൽ ലേശം ഒന്ന് നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ബോൾസായിട്ടോ അതുപോലെ തന്നെ ബാർസായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ പ്രിഫറൻസോ കൺവീനിയൻസോ അനുസരിച്ചിട്ട് നമുക്കിതിന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും എളുപ്പം ബോൾസ് ഉരുട്ടലാണല്ലോ, അപ്പോൾ ഞാനതുപോലെ ചെയ്തെന്ന് മാത്രം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും രാവിലെയൊക്കെ ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഡെയിലി ഒരെണ്ണം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഓട്സിനിപ്പോൾ ഏതെങ്കിലും 1-2 ഇൻഗ്രീഡിയൻസ് ഇതിൽ മിസ്സായിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. ഓട്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ 1-2 നട്ട്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഡേറ്റ്സും ഒരു ലേശം നെയ്യും പിന്നെ ഏതെങ്കിലും ചോയ്സ് ഓഫ് നട്ട്സും ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക ഈ ഹെൽത്തി സ്നാക്ക്. അതിനുശേഷം അഭിപ്രായങ്ങൾ അറിയിക്കാം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട്, അതായത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എനർജി ബോൾസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു.